ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഞങ്ങളുടെ നല്ലൊരു ഗുഡ് മോർണിംഗ് ആശംസിക്കുന്നു. എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിവിടെ രാവിലെ എണീറ്റതേ. അപ്പു ഹായ് പറഞ്ഞേ. ഹായ് എല്ലാരും സുഖമാണോ? സുഖം. എനിക്ക് അറിയാം, പിന്നെ നിങ്ങൾക്ക് അറിയാം. ഇതാണ് ഞങ്ങളുടെ അപ്പുക്കുട്ടൻ. ആര്? അപ്പുക്കുട്ടൻ. ഇതിവിടെ കുഞ്ഞിന ചേച്ചിയുണ്ട് അല്ലേ? പിന്നെ എന്താണ്, അപ്പോൾ ഇന്ന് നമുക്ക് ഇന്ന് നമ്മുടെ സൺഡേ ആണ്. ഇന്ന് ഓഫാണ്. സുബിചാൻ ഡ്യൂട്ടിക്ക് പോയി. ഇപ്പം ഞങ്ങൾ രാവിലെ ചെറിയ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങ് പോകും. അപ്പോൾ ഇതിവിടെ ഞങ്ങളുടെ കുഞ്ഞിനെ മോൾ ഇവിടെ ഉണ്ട്. കുഞ്ഞിനെ എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക്? രാവിലെ കുഞ്ഞിനെ എണ്ണീറ്റപ്പോൾ തന്നെ കുഞ്ഞിനെ കഴിച്ചേ? നൂഡിൽസ് ആണ് കഴിച്ചത്. എണ്ണീറ്റ് വന്നപ്പോഴേ കുഞ്ഞിനെ നൂഡിൽസ് ഒന്ന് കാണിച്ചേ. കുഞ്ഞിനെ നൂഡിൽസ് നീ രാവിലെ ഞാൻ പറഞ്ഞിട്ട് നീ കേട്ടില്ല. നീ എന്നെ പറഞ്ഞ് അമ്മയെന്ന് പറഞ്ഞ് നീ കഴിച്ചു. അത് കഴിച്ചുള്ള കുഴപ്പങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ? നൂഡിൽസിനകത്ത് മൈദയുണ്ട്. ആ നൂഡിൽസ് ഒന്ന് കാണിച്ചേ. മറ്റേതോ? ആ, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? നൂഡിൽസിനകത്ത് മൈദയുണ്ട്. മൈദ അഴുക്കാണ്. പിന്നെ ഇത് 3 മണിക്കൂർ കഴിഞ്ഞ പോലെ ഡൈജസ്റ്റ് ആകത്തില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ആസിഡ് കുറേ കെമിക്കൽസ് ഉണ്ട്. ആസിഡിറ്റി റെഗുലേറ്റേഴ്സ് ഉണ്ട്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ അതിനകത്ത് പൊടിയോ? അതിനകത്തൊരു മിക്സർ ഇല്ലേ? അതിനകത്ത് കുറേ സോഡിയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്ലേവറിംഗ് ഉണ്ട്, പിന്നെ ഫ്ലേവർ എൻഹാൻസർ ഉണ്ട്, ഡിസോഡിയം 5 റെബോനു. എന്തായാലും ഇത് കൊള്ളത്തില്ല കഴിച്ചാൽ. അപ്പം പിന്നെ എന്തിനാ കഴിച്ച കുഞ്ഞിനെ? നമ്മള് മാസത്തിൽ ഒരു തവണ അല്ലല്ലോ ഇപ്പം. ഇത് തീർന്നു കഴിഞ്ഞാൽ മേടിച്ച് എന്താ ഞാൻ പറഞ്ഞേക്കുന്നത്? മേടിച്ച് തന്നു അല്ലേ? കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫ്യൂച്ചറിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാകും അല്ലേ? ഇത് ഇവിടെ ഇപ്പം രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഇവർക്ക് ഇപ്പോൾ ഇവിടെ 10:45 1 മണിയൊക്കെ ആകാതെ ഇവിടെ TV ഒന്നും കൊടുക്കത്തില്ല. അപ്പോൾ കുഞ്ഞിനെ ഇവിടെ എന്താ കുഞ്ഞിനെ ചെയ്യുന്നേ? ക്രോഷ്യ ചെയ്യാണ്. അപ്പം ഞാനിപ്പോൾ ക്രോഷ്യ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷമായി. അപ്പം നാട്ടിൽ വെച്ച് തുടങ്ങിയതാണ്. അപ്പം നാട്ടിൽ വെച്ച് ഞാൻ കുറേ നൂല് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എന്നിട്ട് ഇപ്പോൾ ഓവർ ലഗേജ് ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം ഇവിടെ വന്നിട്ട് ഞാൻ ഇഷ്ടംപോലെ നൂല് മേടിച്ചു. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ ഞാൻ വെച്ച നൂല്. അപ്പം ഇതിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. അപ്പം ഇത് പപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള, ഇപ്പോൾ വിൻ്റർ വരികയാണ്, ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആകുമ്പം പപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു തൊപ്പിയാണ്. സോ ഇത് ഞാൻ അപ്പൂന് വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു തൊപ്പിയാണ്. ഇത് നീ വെച്ച് കാണിച്ച്. എനിക്ക് വെക്കാൻ പറ്റില്ല. പറ്റും, എനിക്ക് പറ്റുമല്ലോ. നീ നോക്ക്, പറ്റും. ആര് പറഞ്ഞു? അതങ്ങനെ വലിയുന്നല്ലേ. ചെറുതാണ്, പക്ഷെ ഇങ്ങനെ വെക്കുന്ന തൊപ്പിയാണ്. പക്ഷെ അപ്പൂന് വെക്കുമ്പോൾ ഇച്ചിരി കൂടെ ലൂസാണ്. അപ്പം ഇത് ഞാൻ ഉണ്ടാക്കിയൊരു തൊപ്പിയാണ്, ട്യൂട്ടോറിയൽ നോക്കിയിട്ട്. അപ്പം ഇത് കുറച്ചും കൂടെ തിന്നിയാണ്, ഇച്ചിരി കൂടെ തിന്നായിട്ടുള്ളതാണ്. സൈസും വേറേതായിരുന്നു, പക്ഷെ ഇതിനേക്കാളും കുറച്ചും കൂടെ തിക്കായിട്ടുള്ള യാണാണ്. അതേ കാണുന്നത്. അപ്പം ഭയങ്കര തിക്കായി, സൂപ്പർ ബൾക്കിയാണ്. അപ്പം ഭയങ്കര തിക്കാണ്. പിന്നെ ഉപയോഗിക്കുന്ന സൂചി ഇച്ചിരി നല്ല വലുതാണ്. അപ്പം ഇത് കുറച്ചും കൂടെ ചെറുതും ഇത് കുറച്ച് വലുതുമാണ്. ഡിഫറൻസ് കാണുമ്പോൾ മനസ്സിലാകുമായിരുന്നു. പിന്നെ ഞാൻ ക്രോഷ്യ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബണ്ണീനെയാണ്. അപ്പം ഇതെൻ്റെ ഫസ്റ്റ് അമിഗുറുമിയാണ്. ഞാൻ ഫസ്റ്റ് അമിഗുറുമിയാണ്, ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന പ്രൊജക്റ്റാണ്. അതുകൊണ്ട് കുറച്ച് മിസ്റ്റേക്ക് കാണും. പിന്നെ എനിക്ക് വേറെ ഒരു സാഡ് പ്രൊജക്റ്റ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പം സാഡ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഇത് വലിയൊരു സ്റ്റോറിയുള്ളൊരു പ്രൊജക്റ്റാണ്. ബിക്കോസ് ഇത് ഞാൻ വലിയ ആഗ്രഹത്തോടെ ചെയ്തൊരു പ്രൊജക്റ്റായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അതിൻ്റെ നൂല് നമുക്ക് കിട്ടിയില്ല. അപ്പം ഇപ്പം ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മെഷ് സ്വെറ്ററാണ്. അപ്പം സ്വെറ്ററാണിത്. അപ്പം ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മെഷ് സ്വെറ്ററായിരുന്നു. ഇത് ഇത്രയുമായി. അപ്പം പക്ഷേ ഇട്ട് കാണിച്ചേ, കഴുത്തിൻ്റെ അവിടെ കഴുത്തിലിട്ട് കാണിക്കാം. ഇത് ഇത്രയുമായിട്ടായിരുന്നു. പക്ഷേ നമ്മൾക്ക് ഇതിൻ്റെ
ഇപ്പം ഇത് ഭയങ്കര സങ്കടത്തോടെ തുടങ്ങിയ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. പക്ഷെ ഇത് ഞാൻ സന്തോഷത്തോടെ തുടങ്ങി സന്തോഷത്തോടെ തുടങ്ങിയ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. പക്ഷെ സങ്കടത്തിലാണ് അവസാനിച്ചത്. അത് സങ്കടം എന്ന് പറയാനില്ലല്ലോ, അത് നമുക്ക് കിട്ടുമല്ലോ. അല്ല എന്നാലും അപ്പം ഇത് ഇത്രയും ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പം ഇതൊരു മെഷ് സ്വെറ്ററാണ്. അപ്പം ഞാൻ വേണമെങ്കിൽ ഇട്ട് കാണിക്കാം. ഇനി ഇതിന്റെ കൈയും ഇതിന്റെ പുറക് ഹാഫ് പോലും അകത്ത് ഇന്നർ ഇട്ടിട്ടിടാം. അകത്ത് ഇന്നർ ഇട്ടിട്ടിടാം. അപ്പം ഇത് ഫസ്റ്റ് ഇതിന്റെ ഫ്രണ്ടിലത്തെ പോർഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ ബാക്കിലത്തെ പോർഷൻ കംപ്ലീറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് പണി കിട്ടിയത്. അപ്പം ഇതിൻ്റെ ഈ വൈറ്റ് ചെയ്യാൻ തീർന്നു പോയി. അപ്പം ഈ വൈറ്റ് ചെയ്യാൻ ഇച്ചിരിയും കൂടെ ഉള്ളൂ, തുള്ളിയും കൂടെ ഉള്ളൂ. അപ്പം ഇത് തീർന്നു പോയി. എന്നിട്ട് നമ്മൾ യാൺ മേടിക്കാൻ ഈ രണ്ടും എണ്ണം തീർന്നു പോയി. അപ്പോൾ വൈറ്റും പർപ്പിളും തീർന്നു പോയി. അപ്പം നമ്മൾ കടയിൽ പോയപ്പം അവിടെ ആകെ പർപ്പിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളെ മേടിച്ച ഷോപ്പിൽ തന്നെ പോയി. ഇവിടെ ഒരു യാണിൻ്റെ ഷോപ്പുണ്ട്, ഇവിടെ ലോക്കലായിട്ടൊരു യാണിൻ്റെ ഷോപ്പുണ്ട്. അപ്പം അവിടെ പോയപ്പം ഈ പർപ്പിളിൻ്റെ ഷെയ്ഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് രണ്ടും മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. സോ ഇതും കൊണ്ട് ഞാൻ ഇരിക്കുകയാണ്. പക്ഷേ എനിക്ക് വൈറ്റ് ഇല്ലാതെ ബാക്കിയുള്ള പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇത് അങ്ങനൊരു ഇരിക്കുകയാണ് പ്രൊജക്റ്റ്. അപ്പം നീ പപ്പാടെ തൊപ്പി കംപ്ലീറ്റ് ചെയ്യാൻ പോകണോ? അപ്പം അതുകൊണ്ട് ആ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ ഒരു എന്താ പറയുക പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഇതാണ് ഈ പ്രൊജക്റ്റ്. അപ്പം ഇതുപോലത്തെ സെയിം തൊപ്പി ഞാൻ നേരത്തെ ഉണ്ടാക്കിയതാണ്. സോ ഇതാണ് തൊപ്പി. സെയിം പാറ്റേൺ ആണ്, അതായത് സെയിം ട്യൂട്ടോറിയലാണ് ഫോളോ ചെയ്തത്. ഡിഫറെൻറ്റ് യാണാണ്, ഡിഫറെൻറ്റ് ഹുക്ക് സൈസുമാണ്. അപ്പം ഈ യാണ് ഇച്ചിരിയും കൂടെ നല്ല തിക്കാണ്, ഇതിനേക്കാളും നല്ലതായിട്ട് തിക്കാണ്. പിന്നെ ഹുക്ക് സൈസും വലുതാണ്. അതുകൊണ്ട് ഇത് രണ്ടും കാണാൻ ഭയങ്കര വ്യത്യാസമാണ്. ഇത് അപ്പൂനുണ്ടാക്കിയതാണ്. പിന്നെ അപ്പൂനുണ്ടാക്കിയ പപ്പ പറഞ്ഞു എനിക്ക് ഒരു തൊപ്പി വേണമെന്ന് പറഞ്ഞു. പപ്പയുടെ പൈസയും കൊണ്ട് തന്നെ പപ്പ എനിക്ക് നൂല് മേടിച്ചു തന്നു. അപ്പം നമ്മൾ ഇപ്പം പപ്പയ്ക്ക് തൊപ്പി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സോ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ പൈസ കൊണ്ടാണോ മേടിക്കുന്നത്? എനിക്ക് പൈസ ഇല്ല, അതുകൊണ്ട് നിങ്ങളാണ് മുടക്കുന്നത്. അപ്പോൾ ഇത് അങ്ങനെ ഒരു പ്രൊജക്റ്റ്. പിന്നെ ഇത് ഞാൻ ഫസ്റ്റായിട്ട് ചെയ്ത അമിഗുറുമിയാണ്. അമിഗുറുമി ഇനി എന്താണെന്ന് അറിയാത്തവർക്ക് ഇങ്ങനെ പാവ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ക്രോഷ തന്നെയാണ്, സെയിം ആണ്, പക്ഷെ ഇതും വ്യത്യാസമുണ്ട്. അപ്പം ഇത് അമിഗുറുമിയാണ്. ഞാൻ ഫസ്റ്റായിട്ട് ഉണ്ടാക്കിയ ഒരു പാവയാണ്. എനിക്കിഷ്ടപ്പെട്ടു. കുറച്ച് ഇംപെർഫെക്ഷൻസ് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഇതിപ്പം ഇവിടെ വന്നിട്ട് എൻ്റെ ഉള്ള യാൺ കളക്ഷനാണ് ഇതെല്ലാം. അപ്പം ഇതും കൊണ്ട് എനിക്ക് ഇതുവരെയായിട്ടും ഈ മിൻറ്റ് യാൺ കൊണ്ട് എനിക്ക് ഇതുവരെയായിട്ട് എന്താ ഉണ്ടാക്കേണ്ടതെന്ന് അറിയത്തില്ല. അപ്പം വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ, ഞാനത് ഉണ്ടാക്കാം. പിന്നെ നാട്ടിലുള്ളതൊന്നും കൊണ്ടുവരാൻ പറ്റിയില്ല. നാട്ടിൽ കിട്ടിയ പണി എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് പോയി ഇഷ്ടം പോലെയാണ് വെച്ചിരുന്നത്. കുറേയാണ്, അതായത് പിന്നെ കുറേ ആമസോണിൽ നിന്ന് മേടിച്ചു. ആമസോണിൽ നിന്നും കുറച്ച് മേടിച്ചായിരുന്നു. അപ്പോൾ അതൊന്നും കൊണ്ടുവരാൻ പറ്റില്ല, അതെല്ലാം അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് യാണൊന്നുമില്ല, ക്രോഷ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ്. പിന്നെ അമ്മ എൻ്റെ കടയിൽ കുഞ്ഞിനെ എപ്പോഴാണ് ഇത് ക്രോഷ് സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ കഴിഞ്ഞ വർഷം, അതായത് 2025 ഏപ്രിൽ ലാസ്റ്റ് ആ സമയമൊക്കെയാണ്. ഇതുണ്ട് മറ്റേ വേറൊരു നിറ്റിംഗ് ഇല്ല, ഇത് ഡിഫറെൻ്റ് അല്ലേ? ഇതും ക്രോഷയും നിറ്റിങ്ങും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇവിടുത്തെ ആൾക്കാർ ഇത് ഭയങ്കരമായിട്ട് ചെയ്യുന്ന, പക്ഷേ ഇവിടെ നിറ്റിങ് അവർ കൂടുതൽ ചെയ്യുന്നത്. നിറ്റിംഗ് ആണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. പക്ഷേ ആദ്യം ഞാൻ ക്രോഷേ എന്താണെന്ന് പോലും അറിയുന്ന അമ്മ പറഞ്ഞിട്ടാണ്. അപ്പം അമ്മ ഇവിടെ ഓൾഡ് ഏജ് ഹോമിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇവിടുത്തെ അമ്മച്ചിമാരെല്ലാം ഇങ്ങനെ 2 സൂചിയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ തൊട്ട് രാവിലെ ഇരിക്കും. എന്നിട്ട് രാത്രി ആകുമ്പോഴത്തേക്കും അവർ വല്ല സ്വെറ്ററോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവരുണ്ടാക്കി കാണും. അപ്പോൾ അത് നിറ്റിംഗ് ആണ്, നീഡിൽ വെച്ച് ചെയ്യുന്ന. അതാണ് ഞാൻ ആദ്യം അവൾക്ക് ഞാൻ നാട്ടിൽ ഫസ്റ്റ് പോയപ്പം നിറ്റിങ്ങിൻ്റെ കൊണ്ട് കൊടുത്തു. പക്ഷെ അത് കുഞ്ഞിനെ ചെയ്തില്ല, കുഞ്ഞിനെ പാടാന്ന് പറഞ്ഞു. പക്ഷെ അത് നിറ്റിംഗ് കുറച്ച് പാടാണ് എൻ്റെ ഒരു ഇതിൽ, എനിക്കറിയില്ല. പക്ഷെ അത് കുറച്ച് പാടാണ്. അപ്പം നിറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ സൂചി വെച്ചിട്ട് ഇങ്ങനെ ചെയ്യണം. പിന്നെ ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോൾ ഞാൻ കണ്ടതാണ് ക്രോഷേ. അപ്പം ഞാൻ ക്രോഷേ കയറി പിടിച്ചു, അമ്മ നിറ്റിംഗ് കയറി പിടിച്ചു. അപ്പോൾ അവസാനം ജയിച്ചത് ക്രോഷയാണ്. അപ്പം ഞാൻ ക്രോഷേ തന്നെ കണ്ടിന്യൂ ചെയ്തു. അപ്പം ഫസ്റ്റൊക്കെ തുടങ്ങിയപ്പോൾ നല്ല പാടായിരുന്നു, പിടിക്കാനും എടുക്കാനും എല്ലാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം 1 വർഷം ആകാറായപ്പോൾ ഞാൻ കുറച്ച് പ്രോ ആയെന്ന് എനിക്ക് തോന്നുന്നു. അത് ചെയ്യുന്നൊന്ന് കാണിച്ച്. അപ്പം ഇത് ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പം യാൺ ഓവർ ചെയ്യുക, ഇൻസേർട്ട്
പിന്നെയാണ് ഇത് ഒത്തിരി ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ഹോബിയായിട്ട് ചെയ്യുന്നുണ്ട് നാട്ടിലും ഇപ്പോൾ കുറച്ചധികം പോപ്പുലർ ആയിട്ടുണ്ട്. പണ്ട് മമ്മി നമ്മുടെ അമ്മച്ചി പറയുന്നത് കേട്ടില്ലായിരുന്നു, മമ്മി പറയുന്നത് കേട്ടില്ലായിരുന്നു. പണ്ട് മമ്മിയുടെ അമ്മയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നു. അത് പഞ്ച് നീഡ്ലിംഗ് ആണെന്ന് തോന്നുന്നു. അത് സാരിയുടെ ഇങ്ങനെ റേന കുത്താന്ന് പറയാൻ സാരിയുടെ എംബ്രോയിഡറി ഇങ്ങനെ ചെയ്യുന്ന വല്ലതായിരിക്കും. അതെനിക്ക് അതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല. പക്ഷെ അമ്മച്ചി പറയുന്നത് കേൾക്കാം. കാണിച്ചി. പഞ്ച് നീഡ്ലിംഗ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എനിക്ക് എംബ്രോയിഡറി ട്രൈ കാണിച്ചത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് പറ. ഇത് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് പിന്നെ ഇതിനുള്ള നമുക്കൊരു പേഷ്യൻസ് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. ക്ഷമ അതില്ലാത്തത് കൊണ്ട് ഇപ്പോൾ തൽക്കാലം. പിന്നെ യാൺ ഓവർ ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഒരു വി ഷേപ്പ് ഉണ്ട്. അപ്പം ഇതിൻ്റെ ബാക്ക് ലൂപ്പിലോട്ട് ഇൻസേർട്ട് ചെയ്യുക. പിന്നെ യാൺ ഓവർ ചെയ്യുക. പിന്നെ വലിക്കുക. കുഞ്ഞിനെ എങ്ങനെ ചെയ്യുന്നതെന്നൊന്ന് കാണിക്കണേ. ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുക. എനിക്കിത് ഈ ഒരു സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പം നമ്മൾ യാൺ ഓവർ ചെയ്യുക. അപ്പം ഇവിടെ ഒരു വി ഷേപ്പ് ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ബാക്ക് ലൂപ്പിലോട്ട് ഇൻസേർട്ട് ചെയ്ത് ബാക്ക്ഗ്രൗണ്ടിൽ വല്ല സൗണ്ട് കേൾക്കുന്നെങ്കിൽ നൂഡിൽസ് കഴിക്കുന്നതിൻ്റെ സൗണ്ടാണ് കേട്ടോണ്ടിരിക്കുന്നത്. ആ നൂഡിൽസിന് കുറച്ച് എരിവുണ്ട്. അപ്പം അവനത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുന്നതാണ്. അപ്പം യാൺ ഓവർ ചെയ്യുക, പുള്ളി. അപ്പോൾ ഇപ്പോൾ 3 ലൂപ്സ് ഉണ്ട്. ഇനി യാൺ ഓവർ ചെയ്തിട്ട് ഈ 3 ലൂപ്പിലൂടെയും കൂടെ വലിക്കുക. അപ്പോൾ നമുക്കൊരു സ്റ്റിച്ചാവും. അപ്പോൾ ഇങ്ങനെ തന്നെ അക്രോസ് ഇങ്ങനെ ചെയ്യുമ്പം. പക്ഷെ ഇത് പഠിച്ച് വെച്ച് ഇങ്ങനെ ഓക്കെ. ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ നല്ലതായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ്സിന് വല്ലതും ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ പഠിച്ചത് യൂട്യൂബ് ട്യൂട്ടോറിയൽ നോക്കിയതാണ്. അപ്പം യൂട്യൂബ് ട്യൂട്ടോറിയൽ നോക്കി അങ്ങനെ പഠിക്കുകയാണെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പം നമ്മൾ ഭയങ്കര ക്ഷമയോടെ വേണം പഠിക്കാൻ. അപ്പം ക്രോഷ്യ ഭയങ്കര. പിന്നെ കുഞ്ഞിനെ ഒരു ഇത് ചെയ്തില്ലായിരുന്നു, ബാഗ്, ഒരു ഫുള്ള് ബാഗ് ഉണ്ടാക്കിയില്ലായിരുന്നു? ഒരു ഫുൾ ബാഗ്, അതായിരുന്നു എൻ്റെ ഫസ്റ്റ് പ്രൊജക്റ്റ്. അപ്പം പക്ഷെ അത് അപ്പം ഇത് അകത്ത് ലൈനിങ് വെക്കാൻ പിടിക്കണമായിരുന്നു. അപ്പം എനിക്ക് പിന്നെ അമ്മച്ചിക്ക് പേഴ്സ് ഉണ്ടാക്കി കൊടുത്തു. അപ്പം അങ്ങനെ പലതും ഞാൻ ഉണ്ടാക്കിയായിരുന്നു. പക്ഷെ അതെല്ലാം നാട്ടിലിരിക്കുകയാണ്, എനിക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പം ആദ്യം ഞാൻ ചെയ്ത പ്രോജക്റ്റാണ് ഒരു ബാഗ്. അപ്പം ഗ്രാനി സ്ക്വയറിൻ്റെ ഒരു ബാഗായിരുന്നു. അപ്പം ഗ്രാനി സ്ക്വയർ എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ ഗ്രാനി സ്ക്വയർ കാണിച്ചു തരാം. ഞാൻ ഇതിൻ്റെ അകത്തെല്ലാം വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് ഗ്രാനി സ്ക്വയർ. അപ്പം ഇത് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയത് ക്രോഷ്യ തന്നെയാണ്. അപ്പം ഇങ്ങനെ ലൈക്ക് യാൺ വെച്ചിട്ട് ഗ്രാനി സ്ക്വയർ ഉണ്ടാക്കുക. അപ്പോൾ ഇതുപോലത്തെ ഒരു 12 എണ്ണം വെച്ച് ഞാനിങ്ങനെ ഉണ്ടാക്കി ഞാനത് തുന്നി സെറ്റാക്കി. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതായത് ഫസ്റ്റ് പ്രോജക്റ്റ് ബിഗിനറായിട്ട് അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പക്ഷെ അതിൻ്റെ അകത്ത് നമ്മൾക്ക് വെയറബിൾ ആകണമെങ്കിൽ അതിൻ്റെ അകത്ത് ലൈനിങ് പിടിപ്പിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഫോണൊക്കെ ഇട്ടാൽ ഫോൺ ഹെവി ആയതുകൊണ്ട് അതിങ്ങനെ വല്ലാതെ പോലെ ആയിപ്പോവും. അപ്പം ലൈനിങ് പിടിപ്പിക്കണമായിരുന്നു. അപ്പം ലൈനിങ് പിടിപ്പിക്കാൻ കൊടുത്തു കഴിഞ്ഞ് എനിക്ക് ഇതുവരെയായിട്ട് കിട്ടിയില്ല. അപ്പം നാട്ടിൽ ഉണ്ടിപ്പം. ഇതൊന്നുകൂടെ കാണിച്ചേ, ഒറ്റൊരു തവണയും കൂടെ. ഇത് സ്റ്റാർട്ട്. യാൺ ഓവർ, ഇൻസേർട്ട്, യാൺ ഓവർ, പുൾ ത്രൂ 3 ലൂപ്പ് ഉണ്ട്. യാൺ ഓവർ, പുൾ ത്രൂ ദ 3 ലൂപ്സ്. അപ്പം അങ്ങനെ ചെയ്തു പോവുകയാണെങ്കിൽ കുറേ സമയം എടുക്കും. ക്ഷമയോടിരുന്ന് ചെയ്ത് നല്ല സമയം എടുക്കും. പക്ഷെ നിങ്ങൾ പെട്ടെന്ന് ചെയ്യുവാണെങ്കിൽ ഇതിപ്പം ഞാൻ ഏകദേശം ഒരാഴ്ച മുമ്പ് അതിട്ട് കാണിച്ചായിരുന്നോ? ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരാഴ്ച മുമ്പേ തുടങ്ങിയതാണ്. അപ്പം തന്നെ ഇത് ഇത്രയും. പക്ഷെ ഇനി നമ്മൾ ഓൺലൈനിൽ ആ കളർ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം അത് ഇനിയിപ്പം ഈ ഓൺലൈനിൽ നമ്മൾ മേടിക്കുന്ന മിക്ക സാധനങ്ങളും അതിപ്പോൾ അല്ലെ പിന്നെ ടെമു എന്നൊക്കെ നോക്കണം. അത് അതിന് ക്വാളിറ്റി ഉണ്ടാവും എന്നറിയത്തില്ല. അപ്പം നമ്മൾ വേറെ എവിടെയെങ്കിലും ഷോപ്പിൽ ചിലപ്പോൾ ആ ഷോപ്പിൽ തന്നെ വരുമായിരിക്കും. ഇത് കമ്പനിയുണ്ട് yarnspirations.com ആണെന്ന് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അല്ല ഇനിയിപ്പോൾ നമ്മൾ എവിടെയെങ്കിലും വേറെ ഷോപ്പിൽ കയറുമ്പം നോക്കാം ആ കളറ്. സോ ഇവിടെ കുറേ പേര് ഇത് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഗ്രോസറി കടയിൽ പോലും പോയാൽ നൂല് കാണും. സോ പാടായിരിക്കും, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ചേച്ചി ഉണ്ടാക്കി തൊപ്പ് വെച്ച് കാണിച്ചേ. ഇഷ്ടപ്പെട്ടോ അപ്പോൾ കുട്ടന്? പിന്നെ അപ്പോൾ എന്താ ഞാൻ ഇത് ചെയ്യാത്തത് ക്രോഷേ? അപ്പോൾ ഇഷ്ടമല്ല, ഇത് ചെയ്യുന്ന ഇഷ്ടമല്ല ചേച്ചി ചെയ്യുന്നത് പോലെ? എന്നാടാ നിനക്കറിയത്തില്ല? മോൻ എന്താ ഏറ്റവും ഇഷ്ടമുള്ള ചെയ്യാൻ?
ഹോബി എന്താ? അപ്പോൾ എന്തോ മേടിക്കണമെന്ന് ഏറ്റവും ആഗ്രഹം? എനിക്ക് വെഡിങ് മോസ് ഉണ്ടാക്കാറിയാം. അറിയാമോ? അപ്പോൾ ഇന്നലെയൊക്കെ ഇവിടെ കിടന്ന് കരഞ്ഞല്ലോ, എന്തോ ഉണ്ടാകും, എനിക്ക് എന്തോ വേണം, മേടിക്കണം, എൻ്റെ ബർത്ത്ഡേക്ക് മേടിച്ച് തരണമെന്നൊക്കെ പറഞ്ഞു. അതെന്തുമായിരുന്നു? ഡോഗ്. അതെന്താ അപ്പൂന് ഇഷ്ടമാണ് ഡോഗിനെ? അത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെന്താ ഡോഗിനെ മേടിക്കാത്തതിൻ്റെ റീസൺ എന്താ അമ്മ പറഞ്ഞത്? ഡോഗ് പെറ്റ് ഷോപ്പ്. എന്താ അമ്മ മേടിക്കാത്തത് ഡോഗിനെ? അമ്മ എന്താ സ്കേഡല്ലേ ഡോഗുമായിട്ട്? പിന്നെ നമ്മളിപ്പോൾ ഇവിടെ റെൻ്റൽ തൊട്ട് നോക്കാം. തൊട്ട് നോക്കിയിട്ട് നമുക്ക് മേടിക്കാം. ഇപ്പം നമ്മൾ കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് മേടിക്കാം. നീ നോക്കിക്കോളൂ അതിനെ, ഉറപ്പാ? ആരശ്വർ പിന്നെ ഡോഗ് ഫുഡ് ഉണ്ട്. ഡോഗ് ഫുഡൊക്കെ മേടിച്ചു തരാം. അതിനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആരാ? ഷവർ ചെയ്യുന്നൊക്കെ ഞാൻ. നീ ചെയ്യും. അപ്പം അതിന് ഇഞ്ചക്ഷനൊക്കെ എടുക്കാൻ ആരാ കൊണ്ടുപോകുന്നത്? വാക്സിൻ എടുക്കണം. അത് പപ്പായാണ്. നിങ്ങൾ രണ്ടുകൂടെ പൊക്കോളൂ. ആരശ്വർ, അപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ ആരാ അതിനെ നോക്കുന്നത്? നീ സ്കൂളിൽ പോകുമ്പോൾ നീ നോക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ കുഞ്ഞിനയുടെ ഇത് പ്രോജക്ട്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് 2 പ്രോജക്റ്റാണ് ഇപ്പം കറൻ്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കും. അത് കഴിഞ്ഞ് കാണിക്കുന്നതായിരിക്കും. പിന്നെ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എഡിറ്റ് ചെയ്യുന്ന ആളെ സപ്പോർട്ട് ചെയ്യുക. എഡിറ്റ് ചെയ്യുന്ന ആളെ സപ്പോർട്ട് ചെയ്യുക. കുഞ്ഞിനായിട്ട് എഡിറ്റ് ചെയ്തിരുന്നത് എനിക്ക് അത്ര എഡിറ്റിങ് അവൾ എന്നെ പഠിപ്പിച്ചു, പക്ഷേ എനിക്ക് സമയമെടുക്കും. അപ്പം എനിക്ക് അതിനുള്ള ടൈമില്ല. അപ്പോൾ അവളാണ് എനിക്ക് എഡിറ്റ് ചെയ്തിരുന്നത്. പിന്നെ ഇവിടെ 16 അണ്ടറിൽ സോഷ്യൽ മീഡിയ ഒന്നും അലൗഡ് അല്ല. അപ്പോൾ അവൾക്ക് അങ്ങനെ മൊബൈലൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെയുള്ള വീഡിയോസൊക്കെയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇവിടെ പിള്ളേർക്കൊന്നും ഭയങ്കര സ്ട്രിക്റ്റായിട്ട് അത് ബാനാണ്. പിന്നെ അവരുടെ പേരിൽ അക്കൗണ്ടൊന്നും ഇല്ല, നമ്മുടെ പേരിലാണ് എല്ലാം. പിന്നെ അവൾ യൂട്യൂബിനകത്താണെങ്കിലും ക്രോഷ്യയുടെ ഇതൊക്കെയാണ് കാണുന്നത്. പിന്നെ അവർ TV ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. പിന്നെ സ്കൂൾ ഇവിടെ ഇപ്പം ജനുവരി 28 തുറക്കും. കുഞ്ഞിൻ്റെ നാട്ടിലായിരുന്നു. ഇപ്പം ഞാനാണ് ആക്ച്വലി ഇവിടെ വന്നത് ആദ്യം 1.5 വർഷമായി. ഇപ്പോൾ ഇവരിവിടെ വന്നിട്ട് 2 years ആയതേ ഉള്ളൂ. 2 months ആയതേ ഉള്ളൂ. അപ്പം നമ്മളിനി കൂടുതൽ അഡിലെയ്ഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അഡിലെയ്ഡൊക്കെ കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. നമ്മൾ ജസ്റ്റ് അഡിലെയ്ഡിൽ പോകുന്ന ഷോപ്പിങ്ങിന് മാത്രമേ ഉള്ളൂ. അത് ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മൾ നേരെ ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പം ഇനി അഡിലെയ്ഡ് കുറേ എക്സ്പ്ലോർ ചെയ്യാം. എനിക്കൊന്ന് അഡിലെയ്ഡ് സൂ ഉണ്ട്, അതൊക്കെ കാണണം. പിന്നെ സ്ട്രോബെറി പിക്കിങ് ഇവിടെ ഇപ്പം ഓൾറെഡി ഓപ്പൺ ആയി. ഏപ്രിൽ ആകുമ്പോൾ ക്ലോസ് ആകും. ഒരു ദിവസം നമ്മൾ അവിടെ പോകണം. പിന്നെ സ്കൂൾ തുറന്നു കഴിയുമ്പോൾ ബിസിയാണ്. പിന്നെ നമുക്കിവിടെ വർക്ക് കൂടെ ഉള്ളതുകൊണ്ട് ബിസിയാണ്. അപ്പം ഞങ്ങളുടെ സാറ്റർഡേ സൺഡേ മാത്രമേ ഉള്ളൂ ഫ്രീ ടൈം. അല്ല, നമുക്ക് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ അല്ലാത്തപ്പോൾ നമ്മൾ പോകുമ്പോൾ ഒക്കെ ഞങ്ങളെ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്നാ അപ്പു ചെയ്യണ്ടേ എന്ന് പറഞ്ഞേ? അപ്പുന് TV കാണാനായിട്ട് ഇങ്ങനെ. അപ്പോൾ ഇവിടെ ഒരു റൂളുണ്ട്, സ്ട്രിക്റ്റ് റൂളാണ്. രാവിലെ എഴുന്നേറ്റ് ഉച്ചയ്ക്ക് 1 മണി വരെ ഇവിടെ TV ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പുറത്ത് ഇറങ്ങി കളിക്കണം, അല്ലെങ്കിൽ ക്രോഷ്യ ചെയ്യണം. അപ്പു ആണെങ്കിൽ ഡ്രോ ചെയ്യും, പഠിക്കും. അപ്പോൾ ഡ്രോ ചെയ്യും, പഠിക്കും. പക്ഷേ എനിക്കെല്ലാം അറിയാം. കുഞ്ഞിനേക്ക് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. കുഞ്ഞിനെ അതെല്ലാം പാസ്സായി. Year 7 പോകുന്നത്. അപ്പോൾ Year 1 പോകുന്നു. അപ്പം ഇവിടുത്തെ നാട്ടിലായിട്ട് അപ്പോൾ കുഞ്ഞിൻ്റെ നാട്ടിൽ നിന്ന് പഠിച്ചിട്ട് വന്നതുകൊണ്ട് ചിലപ്പം കുഴപ്പമില്ലായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിൽ പോകുന്ന പപ്പായൊത്തുള്ള വീഡിയോ എടുത്ത് ചിലപ്പോൾ അത് നാളെ ആയിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കാണാം. ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.